ചരിത്രത്തിലുടനീളം തെറ്റായ ഇടപെടൽ നടത്തി സംഘപരിവാർ ചരിത്രത്തെ മതവൽക്കരിച്ചുവെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ്എഫ്ഐ സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ സംഘപരിവാറിന് അനുകൂലമായ തലച്ചോറുകളെ സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇടതുപക്ഷം ഈ നയം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും മതനിരപേക്ഷ നിലപാട് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ചോദ്യപേപ്പറുകൾ പരീക്ഷ നടത്തുന്ന ഏജൻസികൾ തന്നെ ലീക്ക് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിലൂടെ 23 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് തുലാസിലായത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സ് നടക്കുന്ന ഇടമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി. പണമുള്ളവർ പഠിച്ചാൽ മതി എന്ന നിലപാടാണ് കേന്ദ്രത്തിന്. CBSEയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയാണെന്നും മന്ത്രിയെ നോക്കുകുത്തിയാക്കി ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓൺ സ്ക്രീൻ മാർക്കിംഗിലേക്ക് രാജ്യത്തിന്റെ CBSEയെ മാറ്റിയപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ CBSE പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 90ഉം 80ഉം അതിൽ കൂടുതലും ശതമാനം 10ാം ക്ലാസ്സിൽ വാങ്ങിയവർ ജോയിന്റ് എൻട്രൻസ് എക്സാം JEE ഉൾപ്പെടെയുള്ള മുൻകാല മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ആകെ 90% അതിൽ കൂടുതലും മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് CBSEയുടെ ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോൾ 70%, 60%. SFI കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അക്ഷയ് അനിൽ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത്, ഏരിയ സെക്രട്ടറി പ്രണവ് പ്രേമൻ, KS അഖിനേഷ്, ഭാഗ്യ K ബാബു, അമൽകൃഷ്ണ, MS സൈനോര എന്നിവർ സംസാരിച്ചു.